സംസാരിക്കണ്ട, പള്ളികളിൽ അതാ ഭിന്നിപ്പുണ്ടാക്കണ്ട, മഹല്ലുകളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കണ്ട. അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളികൾക്ക് വരുന്ന പൊതുമുതൽ അത് കട്ടുമുടിക്കണ്ട. അത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ട് ആലിമീങ്ങളെ വലിച്ചെറിയുന്ന മനുഷ്യന്മാരുള്ള കാലമല്ലയോ. അതുകൊണ്ട് അതിലൊന്നും നമ്മൾ പെട്ടുപോകണ്ട. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. സ്വലാത്ത് നിർബന്ധമായ മാസമായതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിലുള്ള സ്വലാത്ത് അൽഹംദുലില്ലാഹ് കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി റസൂലുള്ളാഹിന്റെ ചാരത്ത് നിന്നപ്പോ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ പലരും ഗൾഫ് നാടുകളിൽ നിന്ന് എനിക്ക് വിളിച്ചിട്ട് എന്നോട് ദ്വാരക്കാൻ പറഞ്ഞ കൂട്ടത്തിൽ ബഹ്റൈനിലുള്ള എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ KCF-ന്റെ പ്രവർത്തകന് ഷാഹുൽ ഹമീദ്, അതുപോലെ സൗദിയിലുള്ള ഹനീഫ ഉൾപ്പെടെയുള്ള കുവൈറ്റിലുള്ള KCF-ന്റെ ഇന്റർനാഷണൽ ലീഡർമാരിൽ ഒരാളായ നമ്മുടെ പ്രിയപ്പെട്ട ഹുസൈൻ ഒരുപാട് യൂസുഫ് ലത്തീഫിയെ പോലെയുള്ള ഒരുപാട് നേതാക്കൾ ഉസ്താദുമാര് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളതാ സ്വലാത്ത് ചൊല്ലിയിട്ട് സമർപ്പിക്കുന്ന ബായാർ തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന വലിയ സ്വലാത്ത് മജ്ലിസിൽ വെച്ച് സമർപ്പിച്ച് ദുആ ചെയ്യുന്ന സ്വലാത്ത് 1 കോടി സ്വലാത്ത് സമർപ്പിക്കാൻ അല്ലാഹു ഭാഗ്യം തന്നു റബ്ബേ. അർഹതകളൊന്നുമില്ലെങ്കിലും ആ സ്വലാത്ത് ചൊല്ലിയ മുഅ്മിനീങ്ങൾ ആരൊക്കെയുണ്ടോ, സ്വല്ലു അലൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു വലിയ വിങ്ങ് ഞങ്ങൾ പ്രവർത്തിക്കുകയാണ്. സ്വലാത്ത് കൊണ്ട് സകല തിന്മയെയും നേരിടുകയാണ്. ലത്തീഫ് ജൗഹരി ഉൾപ്പെടെയുള്ള ഉസ്താദുമാരതിലുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നമ്മുടെ ഉസ്താദുമാര് ഹംസ മിസ്ബാഹി വട്ടപ്പട ഉസ്താദുണ്ട്, അതുപോലെ തന്നെ മല്ലൂർ അഷ്റഫ് സഅദി ഉസ്താദുണ്ട്, ഒരുപാട് ആലിമീങ്ങളുണ്ട്. എല്ലാ മാസവും സ്വലാത്ത് ചൊല്ലിയിട്ട് ബായാർ തങ്ങൾ പാപ്പയോട് പ്രത്യേകമായി ആ മജ്ലിസിൽ വെച്ച് ആരംഭിക്കലാണ്. അൽഹംദുലില്ലാഹ് ഇന്നലെ നടന്ന ബായാർ സ്വലാത്ത് മജ്ലിസ്, അതുപോലെ കഴിഞ്ഞ മാസം നടന്ന മജ്ലിസ്, മലപ്പുറം ജില്ലയിലെ തങ്ങളുപ്പാപ്പന്റെ നേതൃത്വം നടക്കുന്ന സ്വലാത്ത് മജ്ലിസുകളിലെല്ലാം മഹാന്മാരായ ആലിമീങ്ങൾ സയ്യിദന്മാര് കണ്ണുനീരൊലിപ്പിച്ച് ദ്വാരക്കുമ്പോ അല്ലാഹുവേ ആ സ്വലാത്ത് മുഴുവൻ ആളുകൾക്ക് നീ ഇജാബത്ത് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സദാത്തുക്കള്, ഇപ്പോൾ ഇവിടെ ദ്വാരക്കാൻ വേണ്ടി വന്നിരിക്കുന്ന സയ്യിദ് ശറഫുദ്ദീൻ അൽ ഹിമമി ഹൈദറൂസി തങ്ങള്, അല്ലാഹുവേ അവിടുത്തെ ഉമ്മാന്റെ ദറജ ഉയർത്തണേ അല്ലാ.